സർക്കാർ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയെ പറയുന്നത്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി വാത്സല്യ. അതിപ്പോൾ അടുത്തിടെ നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള പദ്ധതിയാണ് വാത്സല്യ. അതുപോലെ വിദ്യാവാഹിനി എന്ന് പറഞ്ഞാൽ പട്ടികവർഗ വിദ്യാർത്ഥികളെ താമസ സ്ഥലത്ത് നിന്ന് സ്കൂളിലേക്ക് എത്തിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ്. ആദ്യം അതിൻ്റെ പേര് ഗോത്രസാരഥി എന്നായിരുന്നു. പട്ടികവർഗ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതി ഗോത്രസാരഥി. ഇനി മുതൽ അറിയപ്പെടുക വിദ്യാവാഹിനി എന്നാണ്. വിദ്യാവാഹിനി മാറരുത്. വിദ്യാവാഹൻ വേറെയുണ്ട്. വിദ്യാവാഹൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളുടെ യാത്ര നിരീക്ഷിക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. ഇനി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് യൂണിഫോമും പഠനോപകരണങ്ങളും വാങ്ങുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി വിദ്യാകിരണം. വിദ്യാജ്യോതിയും വിദ്യാകിരണവും മാറിപ്പോരുത്. വിദ്യാജ്യോതി എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് യൂണിഫോമും പഠനോപകരണങ്ങളും വാങ്ങാൻ സഹായം നൽകുന്ന പദ്ധതി. പിന്നെ ഭിന്നശേഷി മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. നെക്സ്റ്റ്, ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് വായ്പ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വിദ്യാതരംഗിണി കേട്ടോ. ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാതരംഗിണി. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതിയുണ്ട്, വിദ്യാശ്രീയാണ്. വിദ്യാശ്രീ ലാപ്ടോപ്പ് നൽകുന്നത് വിദ്യാശ്രീ ആണെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങാൻ നൽകുന്നത് വിദ്യാതരംഗിണിയാണ്. അതുപോലെ ഇനി സൈക്കിൾ വാങ്ങുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വിദ്യായാത്ര. യാത്ര ചെയ്യുക, സൈക്കിളിലാന്ന് ഓർമ്മിക്കുക. വിദ്യായാത്രയാണ് പട്ടികജാതി പട്ടികവർഗ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി കേട്ടോ, വിദ്യായാത്ര. അതുപോലെ ഈടും ജാമ്യവും ഇല്ലാതെ തന്നെ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഉന്നത വിദ്യാഭ്യാസ വായ്പ നൽകുന്ന പദ്ധതി PM വിദ്യാലക്ഷ്മിയാണ്. വിദ്യാലക്ഷ്മി വായ്പ നൽകുന്നത് വിദ്യാലക്ഷ്മി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? പട്ടിക വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്ന് സ്കൂളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതി വിദ്യാവാഹിനിയാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് യൂണിഫോമും പഠനോപകരണങ്ങളും വാങ്ങുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി വിദ്യാജ്യോതി. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി വിദ്യാകിരണം. ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ ലഭ്യമാക്കുന്ന പദ്ധതി വിദ്യാതരംഗിണി. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതി വിദ്യാശ്രീയാണ്. ഇനി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി വിദ്യായാത്ര. ഈടും ജാമ്യവും ഇല്ലാതെ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഉന്നത വിദ്യാഭ്യാസത്തിന് വായ്പ നൽകുന്ന പദ്ധതി PM വിദ്യാലക്ഷ്മി.